ഉള്ളതായി തോന്നി. ക്ഷേത്രത്തിലെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നിറഞ്ഞ സദസ്സോടെ അവതരിപ്പിച്ച ശ്രീ വിശ്വമാതങ്കി ബാലയ്ക്ക് ഇനിയും ഒരുപാട് അവസരങ്ങൾ ചെങ്ങടിക്കോട്ട് ഓലമ്മ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവർക്ക് ക്ഷേത്രം ഭാരവാഹികളുടെയും ഭക്തജനങ്ങളുടെയും പ്രത്യേക നന്ദി അറിയിക്കുന്നു. രണ്ടാമതായി പറയാനുള്ളത്, ഈ പരിപാടി സ്പോൺസർ ചെയ്ത ശ്രീ പള്ളത്ത് സുധാകരൻ അവരെ എത്ര പറഞ്ഞാലും അവരോട് എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത ഒരു കടപ്പാടുണ്ട്. ഈ പ്രോഗ്രാമിനെ പറ്റി അവരോട് പറഞ്ഞപ്പോൾ ആദ്യമായി അവർ പറഞ്ഞത്, ഭക്തജനങ്ങൾ കൂടുന്ന ഏത് പ്രോഗ്രാം ആയാലും എത്ര ചിലവ് വന്നാലും അത് നടത്തിക്കോളൂ, എന്നോട് കണക്കുകൾ പിന്നെ ബോധിപ്പിച്ചാൽ മതി എന്നാണ്. ഇത്രയും നല്ലൊരു ദേവിയുടെ ഭക്തനെ കിട്ടാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ഈ ബാലെ ട്രൂപ്സിനെ ഞങ്ങൾക്ക് ഇവിടെ കാണാൻ അവസരമൊരുക്കിയത് ശ്രീ കതിരേഷ് മാനനൂരാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഇതിനു മുമ്പ് ത്രിപുട ഭൈരവൻ എന്ന ബാലെ താഴെ ശിവക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു പോയൊരു വാക്ക് ഇന്ന് പാലിച്ചു. ഞാൻ വെള്ളിനേഴി ക്ഷേത്രാങ്കണത്തിൽ ഒരു ബാല കൊണ്ടുവരും, അത് കളിച്ച് നിങ്ങൾക്ക് 100% തൃപ്തിയായാൽ മാത്രം പൈസ തന്നാൽ മതി എന്നുള്ള ആ വാക്ക് പാലിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട്. അദ്ദേഹത്തെ ആദരിക്കാൻ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു കലാസമിതിയെ സംബന്ധിച്ചിടത്തോളം, അവർ ഏറ്റവും കൂടുതൽ അനുഗ്രഹീതരാവുന്നത് അവർ അവതരിപ്പിച്ച കലാപഹാരം പൊതുജനം അംഗീകരിച്ച് അവരെ ആശംസിക്കുന്ന വേളയിലാണ്. തിരുവനന്തപുരം കലാക്ഷേത്ര കഴിഞ്ഞ 25 വർഷമായി ഭരതക്ഷേത്ര കഴിഞ്ഞ 25 വർഷമായി കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒന്നാണ്. ഒരുപക്ഷെ കതിരേഷ് എന്ന കലാകാരനെ പൊതുജന മധ്യത്തിലേക്ക് എത്തിക്കാൻ ഭരതക്ഷേത്ര വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഭരതക്ഷേത്രയുടെ ബാലയിലൂടെയാണ് ഞാൻ കലാരംഗത്തെത്തുന്നത്. ഈ പ്രിയപ്പെട്ട കുമാറാണ് അതിന് പ്രയോജനമാണ്. കഴിഞ്ഞ ഒരു ബാലെ എന്നെ വളരെയധികം വേദനിപ്പിച്ചാണ്. വെള്ളിനേഴി കളിച്ചിട്ട് അത് ബുക്ക് ചെയ്യുമ്പോഴേ പറഞ്ഞിരുന്നു, നമ്മൾ വിചാരിച്ച പോലെ അത്ര മികച്ചതാവില്ല, എങ്കിലും അദ്ദേഹം തന്ന വാക്ക് വിശ്വസിച്ചുകൊണ്ടാണ് അന്ന് അത് അവതരിപ്പിക്കപ്പെട്ടത്. അത് എന്നെ വളരെയധികം വേദനാജനകമായൊരു വിഷയമാക്കി മാറ്റി. ഇന്ന് ചെമ്മണിക്കോട്ടമ്മയുടെ തിരുനടയിൽ ഭഗവതിയുടെ കടാക്ഷം കൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്ത വാക്ക് പാലിക്കാൻ എനിക്ക് സാധിച്ചു. അതിന് കഴിഞ്ഞത് ഭരതക്ഷേത്രയുടെ പ്രകടനം മാത്രമാണ്. എല്ലാ ഭരതക്ഷേത്ര അംഗങ്ങൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഇവരുടെ അനുവാദത്തോടു കൂടിയിട്ട് ഈ ട്രോഫി ഞാൻ എടുത്തുകൊണ്ട് ഒരു കലാസമിതിയിലെ സ്ത്രീകളെ ഒരുപക്ഷെ ആദരിക്കപ്പെടുന്നത് വളരെ അപൂർവമാണ്. മോഹൻകുമാർ ഏട്ടനോട് എൻ്റെ 2 സഹോദരികളെ സ്നേഹത്തോടു കൂടി ഈ പൊന്നാട നൽകി ആദരിക്കണമെന്ന് അഭ്യർത്ഥിക്കുക. ഇതിനോളം വലുതായി അവരുടെ ജീവിതത്തിൽ മറ്റൊന്നുമില്ല. ഒരു നാടകം കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിലൊന്ന് നന്നു എന്ന് പറയുന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ചത്.
ഈ വേദിയോടും ഈ ഭഗവതിയോടും പ്രത്യേകം നന്ദി, സ്നേഹം.